ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ സുരേഷും സുമിലതയും ഹൃദയഹാരിയായ പ്രണയകഥ സിനിമ കാണാൻ വേണ്ടിയതാണ്. സ്ക്രീൻ 2-ലാണ് ഇപ്പം ഇൻ്റർവെലായി. രാവിലെ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഉടനെ ആയിരുന്നു ഷോ. അതുകൊണ്ടാണ് ഇൻട്രോ എടുക്കാൻ പറ്റാത്തത്. പടം കണ്ട് വീട്ടിലെത്തി. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഈ സിനിമയുടെ സംവിധായകൻ. പുള്ളിയുടെ ആദ്യ ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതിനുശേഷം ചെയ്തത് കനകം കാമിനി കലഹം OTT റിലീസ് ചെയ്താണ് ഹോട്ട്സ്റ്റാറിൽ. എനിക്ക് ആ സിനിമ ഒട്ടും വർക്കായില്ല. എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ലായിരുന്നു ആ സിനിമ. അതിനുശേഷം വന്ന പടം എന്നാ താൻ കേസ് കൊടുത്ത് വേറെ ലെവൽ പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പിൻ്റെ അത്രയും തന്നെ ഇഷ്ടപ്പെട്ടൊരു സിനിമ. എൻ്റെ അഭിപ്രായത്തിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പിനും ഈ പറഞ്ഞ എന്നാ താൻ കേസ് കൊടുക്കും വേറെ റേഞ്ച് സിനിമകൾ തന്നെയായിരുന്നു. എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുത്തിയൊരു സിനിമകളാണ് ഇത് രണ്ടും. അതിനുശേഷം വന്നത് മദനോത്സവം. പുള്ളി സ്ക്രീൻ പ്ലേ ചെയ്ത സിനിമയാണ്. എനിക്ക് പേഴ്സണലി മദനോത്സവം വർക്കായതാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത്. മാത്രമല്ല ഇതൊരു സ്പിൻ ഓഫ് പടമാണ്. എന്നാൽ താൻ കേസ് കൊടുക്കുന്നുള്ള സുരേഷും സുമലത എന്നുള്ള ക്യാരക്ടർ വെച്ചുകൊണ്ടുള്ള ഒരു സ്പിൻ ഓഫ് മൂവിയാണ്. ആ സ്പിൻ ഓഫ് മൂവിയാണ് ഈ സുരേഷും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നുള്ള ഈ സിനിമ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് പോകുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേക്കും ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഒരു വൈബ് വേറെ ലെവൽ അങ്ങനത്തെ ഒരു പടമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. എന്നെ ഈ സിനിമ നല്ല രീതിയിൽ നിരാശപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിൽ സുരേഷായിട്ട് അഭിനയിച്ച മച്ചാൻ്റെയും സുമലതയുടെയും പെർഫോമൻസുകളൊക്കെ നല്ലതായിരുന്നെങ്കിൽ പോലും ഇതൊരു ഓവർ എക്സാജറേറ്റഡ് ടൈപ്പ് ഓഫ് ഒരു കാരിക്കേച്ചർ ടൈപ്പ് ഒരു മൂവിയാണ്. അങ്ങനത്തെ സിനിമകൾ ഞാൻ ഇഷ്ടപ്പെടാറുണ്ട്. പല സിനിമകളും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മൂവി എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി. എനിക്ക് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും നല്ല ടെക്നിക്കൽ സംഭവങ്ങളുണ്ട്. സെറ്റ് ഇട്ടേക്കണത്, എഡിറ്റിങ്, അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര കളർഫുള്ളാണ്. എല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്നത്. കുറേ ഷോട്ടുകൾ എടുത്തിരിക്കുന്ന രീതി, കുറേ ഷോട്ടുകൾ കൺസീവ് ചെയ്താൽ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്ന രീതി ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. ഭയങ്കര യുണീക്കായിട്ടുള്ള സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എന്നെ ഈ സിനിമ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ സിനിമ മൊത്തം കണ്ടു തീർക്കാൻ മാത്രമായിട്ട് എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടേഴ്സും എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഫീലായില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയല്ലായിരിക്കും. നിങ്ങൾക്ക് കനകം കാമിനി കലഹമൊക്കെ ഇഷ്ടപ്പെട്ട പോലെ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി എടുത്ത് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. എൻ്റെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് ഈ സിനിമ വർക്കായില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും അത് വേറെ ആൾക്ക് വർക്കാവാതിരിക്കില്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം ഭയങ്കര ഗംഭീരമായ പടമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് പക്ഷെ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ സിനിമ വന്നില്ല. ഇവൺ അങ്ങനെ വന്നില്ലെങ്കിൽ പോലും അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഉണ്ടെങ്കിൽ, എന്നെ ഈ സിനിമയ്ക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ, എന്നെ ഇതിനകത്തോട്ട് ഗ്രിപ്പ് ചെയ്ത് എന്നെ ഇരുത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ സിനിമ എനിക്ക് വർക്കായനെ. പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. എനിക്ക് ലിറ്ററലി ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കരമായിട്ട് ബോറടിക്കണമായിരുന്നു. ഭയങ്കരമായിട്ട് ബോറടിച്ചു എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി നേരെ ടോയ്ലറ്റിലേക്ക് പോയത്. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്കെ കഴുകി വരാമെന്നുള്ള മൈൻഡിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് പിന്നെ എനിക്ക് കണ്ടിരിക്കാൻ പറ്റി. കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ എപ്പോഴൊക്കെ കുഞ്ചാക്കോ ബോബൻ എന്നാതാൻ കേസ് കൊടുക്കലെ ക്യാരക്ടർ, കള്ളൻ്റെ ക്യാരക്ടർ വരുമ്പോഴൊക്കെ ഒരു ചാമുണ്ട് പുള്ളിക്ക്. പുള്ളി വന്ന് ഇരിക്കുമ്പോഴൊക്കെ ഈവൻ പുള്ളീനെ കാണിച്ചിരിക്കുന്ന രീതി, ഒരു ഗന്ധർവൻ, ഒരു LED ലൈറ്റ് ഉണ്ട്. പുള്ളി സാധനമാണത്. അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. ടെക്നിക്കലി കോസ്റ്റ്യൂം വൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമ അടിപൊളിയാണ്. ഈവൻ സകലകല വല്ലവന് ആ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കാൻ മാത്രം, എന്നെ എൻ്റർടൈൻ ചെയ്യിക്കാൻ ഈ സിനിമക്ക് പറ്റിയില്ല. എനിക്ക് ഈ സിനിമ ഒരു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇവർ എടുത്തു വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സെറ്റയർ, അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ നാഹർമാരെ, ഇന്നത്തെ നാഹർ എന്ന് പറയുന്നത്, നാഹർമാരായ ആൾക്കാർ ഈ സിനിമ കാണുമ്പോൾ ശരിക്കും പൊളിയും. ആരാണ് നാഹർ എന്താണെന്നൊക്കെ എന്തായാലും നിങ്ങൾ സിനിമ ഉണ്ടാകുമ്പോൾ മനസ്സിലാവും. അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പുള്ളിയുടെ പൊളിറ്റിക്സ് പുള്ളി ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ, ഒരു വൗ ഫാക്ടർ, ഇത് എക്സൈറ്റ് ചെയ്യിക്കാൻ മാത്രമായിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഈ സിനിമയിലുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടമാണെന്നുള്ളത് ഫാമിലി തന്നെ പറഞ്ഞു. ഞാൻ ഫാമിലി ആയിട്ടല്ല പോയത്. അറ്റ്ലീസ്റ്റ് ഞാനും വൈഫും മാത്രമായിട്ട് പോയത്. വൈഫിന് എൻ്റെ സെയിം അഭിപ്രായമാണ്. അവൾക്ക്
ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ട് ഇടയിൽ 2 തവണ അവൾ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഈ സിനിമയുടെ ലൗഡ്നെസ്സും കുറച്ച് നല്ല നല്ല പെപ്പി നോയ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൾ ഇടയ്ക്ക് എഴുന്നേറ്റത്. ആള് ഉറങ്ങിപ്പോയായിരുന്നു, അത് ഞാൻ തുറന്ന് പറയുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ആയിരുന്നു അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. സെക്കൻഡ് ഹാഫ് അവൾ ഒരു തരി പോലും ഉറങ്ങിയില്ല, കുത്തിയിരുന്ന സിനിമ കണ്ടു. സെക്കൻഡ് ഹാഫ് അവൾക്ക് പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കായി നമ്മൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ട്രെയിലർ കണ്ടാണ് എനിക്ക് പറ്റിപ്പോയ അബ്ദു എന്നുള്ളത്. കാരണം ഈ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തു. ഒരു 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 വിസ്ഫോടന പടമായിരിക്കും, കുറേ ഭയങ്കരമായിട്ടുള്ള ചിരി ആർത്തിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ള സിനിമയ്ക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതൊരു വേറെ ടൈപ്പ് പടമായിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ഈ സിനിമ വന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിൽ കണ്ടത് ഒരു ഫൺ റൈഡാണ്, പക്ഷേ ഞാൻ കണ്ടത് ഒരു പൊളിറ്റിക്സ് പറയുന്ന രീതിയിലുള്ള ഒരു സെറ്റയർ രീതിയിലുള്ള ഒരു സിനിമയാണ്. അതും ഇതിനകത്ത് അവർ ഭയങ്കര കോമിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നില്ല. അതായിരുന്നു ഞാനും ഈ സിനിമയോട് കണക്റ്റ് ഇല്ല. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് ഓരോ കാര്യങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് ആ ക്യാരക്ടറിനോട് ഫീൽ ചെയ്താലല്ല അയാൾ ചിരിക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുള്ളൂ, അയാൾ കരയുമ്പോൾ എനിക്ക് കരയാൻ പറ്റുള്ളൂ, അയാൾ വിഷമിക്കുമ്പോൾ എനിക്ക് വിഷമിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് ഈ സിനിമയിലുള്ള ഒരേ ഒരു ക്യാരക്ടറിനോട് മാത്രമാണ് അത് ഫീൽ ചെയ്തത്, അത് കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിനോട്. അല്ലാതെ വേറെ ഒരു ക്യാരക്ടറുമായിട്ട് എനിക്ക് ആ ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്തില്ല. അങ്ങനെ കുറേ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു ഫീൽ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഡയറക്ടേഴ്സ് നെക്സ്റ്റ് മൂവി. ഐ എം happy with the previous ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ആൻഡ് മദനോത്സവം ഒരു പരിധി വരെ, ആൻഡ് ദ ഗ്രേറ്റ് നീ കൊഞ്ഞാച്ചെന്നായിരുന്നു എന്നാ കേസ് കൊടുക്ക്. അപ്പോൾ ഇത്രയും സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് പുള്ളിയുടെ. അപ്പോൾ ഇതെനിക്ക് വർക്കായില്ല എന്നേ ഉള്ളൂ. നെക്സ്റ്റ് പടം ഞാൻ തീർച്ചയായിട്ടും കണ്ട അഭിപ്രായം ഇടുന്നതായിരിക്കും. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് നെക്സ്റ്റ് മൂവി. ഒരു ബ്രില്യൻ ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ ഇത്തവണ. എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഐ ഡോണ്ട് ഹാവ് എനി ഹെയ്റ്റ് ഓർ സംതിങ് ടുവേർഡ്സ് ഹിം. ഞാൻ വേറെ നല്ല സിനിമയ്ക്ക് കാത്തിരിക്കാം. ഇതെനിക്ക് വർക്കായില്ല, എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല. ഇത്തവണ പുള്ളി ബ്രൂ ചെയ്ത ചായ അല്ലെങ്കിൽ കോഫി എനിക്ക് ഇത്തവണ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ അടുത്ത കോഫി കുടിക്കാൻ തയ്യാറാണ് ഞാൻ, വേറെ ഒന്നും കാണാം, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ടെക്നിക്കൽ വേറെ ആൾക്കാരുടെ പേരുകളൊന്നും പറയാനുള്ള ഒരു ഇൻഫർമേഷൻസ് കിട്ടിയില്ല. പ്രോപ്പറായിട്ടൊരു വിക്കിപീഡിയ പേജ് പോലും ഇല്ല. ഉള്ളതിലാണെങ്കിലും ഇത് എന്താ പറയുക, ഇത് കൊടുത്തിട്ടുമില്ല. അത്തരം ഒരു പരിധി വിട്ട് ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തിട്ടുമില്ല. എന്തായാലും ഇത് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല, അത്ര എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ എൻ്റെ ഒരു അഭിപ്രായമേ അല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിലൊന്ന് രേഖപ്പെടുത്തുക. എനിക്ക് ആഗ്രഹമുണ്ട് അറിയാമെന്നുള്ളത്. ഞാൻ ഒരാളോട് പോലും ഞാൻ അഭിപ്രായം ചോദിച്ചില്ല, എൻ്റെ വൈഫിനോടല്ലാതെ. ഞാൻ നേരെ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടതിന് ശേഷം ക്രെഡിറ്റ്സ് റോൾ ഔട്ട് ചെയ്ത് തീർന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്നു. ഞാൻ ആരോടും ഒരു അഭിപ്രായം ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയാനും പാടില്ല. ഞാൻ ആരുടെ റിവ്യൂസും ഒന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം, എല്ലാം കഴിഞ്ഞ് ലൈവായതിന് ശേഷമേ ഞാൻ ആരുടെയെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് നോക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്ത് തോന്നി ഈ സിനിമ കണ്ടിട്ടെന്നുള്ളത്. അതുപോലെ എനിക്കറിയാവുന്നൊരു കാര്യമാണ്, കനകം കാമലി കലഹം എന്നുള്ള സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു പടം ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പടം നല്ലൊരു വർക്കാവുമായിരിക്കും. എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിമിലർ വൈബാണ് എനിക്ക് ഈ പടത്തിലും കിട്ടിയത്. എൻ്റെ ഒരു ടേസ്റ്റിൽ ഒത്തുന്നുള്ളൊരു പടം അല്ലാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു മോശം പടം ഒരിക്കലും ആവില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാത്രം എടുക്കുക. വേറൊരാളുടെ അഭിപ്രായത്തിന് വേണ്ടി എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ വേറൊരാളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് നിങ്ങളുടെ സിനിമ കാണാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ എന്ത് കേസിലും ഞാൻ പറയുന്നത്, സ്വയം ഒരു കാര്യം രുചിച്ച് നോക്കൂ, സ്വയം ഒരു കാര്യം കണ്ടു നോക്കൂ, സ്വയം ഒരു കാര്യം ഉപയോഗിച്ച് നോക്കൂ. അതിനുശേഷം സ്വന്തം അഭിപ്രായങ്ങൾ ആദ്യം പരിഗണിക്കുക, അതിനുശേഷം വേറൊരാളുടെ അഭിപ്രായം എടുത്താൽ മതി എന്ന് ഞാൻ പറയുന്നു. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാം. എന്തായാലും അടുത്ത ആഴ്ച ഒരു ഗംഭീര ആഴ്ചയാണ്. വേറെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വേറൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അഭിപ്രായം ഞാൻ ഇട്ടിട്ടുണ്ട്, അതും കണ്ടു നോക്കുക. നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ എന്നുള്ള സിനിമയാണ്, അതിൻ്റെ അഭിപ്രായം ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇത്രേ ഉള്ളൂ. ബൈ ബൈ.